ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് 7 ബേസിക് സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി, AWonder, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ ആണ് കേട്ടോ. നെർവസ് കോർഡിനേഷൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മളിടുന്ന വീഡിയോസ് പലതും പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്ലാസ് 7 ബേസിക് സയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സയൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു രോഗിയുണ്ട് അല്ലേ, രോഗി കിടക്കുന്ന ഒരു സീനാണ് കാണിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. എ ചൈൽഡ് ഹൂ ഹാഡ് not taken any food for 2 days had become weak due to severe fever was admitted in the hospital. അപ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് ആ ഒരു പേഷ്യൻറ്റിനെ, ഒരു ചൈൽഡ് ആണല്ലേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2 ദിവസമായിട്ട്. പനിയാണ് കാരണം. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഗ്ലൂക്കോസ് ട്രിപ്പ് അലോങ് വിത്ത് ദ മെഡിസിൻ. അപ്പം മെഡിസിൻ്റെ ഒപ്പം ഡോക്ടർ എന്താണ് കൊടുക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് കൊടുക്കുന്നത്. വൈ ആർ സം ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇൻജെക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്? എന്തുകൊണ്ടായിരിക്കും കുറച്ച് ഡ്രഗ്സും അതുപോലെ തന്നെ ഗ്ലൂക്കോസും നമ്മൾ ഇതുപോലെ വയ്യാണ്ട് ക്ഷീണം വരുമ്പോൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Does the glucose injected into the blood reaches all parts of the body? ഇതുപോലെ നമ്മൾ കുത്തി കൊടുക്കുന്ന ഗ്ലൂക്കോസ് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തുമോ എന്നാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? Some drugs like insulin and glucagon are injected directly into the body to treat conditions that affect blood sugar levels. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെ കയറ്റി കൊടുക്കുന്നത്? നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഗ്ലൂക്കോസ് ഈസ് ആൻ എസെൻഷ്യൽ എനർജി സോഴ്സ് ഫോർ ദ ബോഡീസ് ഓർഗൻസ് ആൻഡ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യമാണല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? എനർജി കിട്ടും എന്നാണ് പറയുന്നത്. The pancreas segregates insulin to control how much glucose is used by the body. When glucose levels are too high or too low, it can lead to serious health problems like heart disease, kidney problems and stroke. ഇപ്പോൾ ഈ ഗ്ലൂക്കോസ് ലെവൽ നമ്മളൊരു മീഡിയം ലെവലിൽ നിയന്ത്രിച്ച് നിർത്തണം. കാരണം ഇത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഹേർട്ടിന്, കിഡ്നിക്ക്, ഇതുപോലുള്ള അവയവങ്ങൾക്ക് ഒക്കെ പ്രശ്നമാണ് കേട്ടോ. ഇൻസുലിൻ മൂവ്സ് ഗ്ലൂക്കോസ് ഫ്രം യുവർ ബ്ലഡ് ഇൻ ടു സെൽസ് ഓൾ ഓവർ ദ ബോഡി. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യാണ്? നമ്മളെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യാണ്? മൂവ്സ് ഗ്ലൂക്കോസ് ഫ്രം യുവർ ബ്ലഡ് ഇൻ ടു സെൽസ്. ബ്ലഡിലുള്ളത് സെൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. വൺസ് റിലീസ്ഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം, ഗ്ലൂക്കോസ് ക്യാൻ ബി യൂസ്ഡ് ഇമീഡിയറ്റ്ലി ഫോർ എനർജി ഓർ സ്റ്റോർഡ് ഇൻ അവർ ബോഡീസ് ടു ബി യൂസ്ഡ് ലേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എനർജി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിലീസ്ഡ് വെൻ ദ ഫുഡ് ഈസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ ഓക്സിജൻ ദാറ്റ് reaches the lungs as a result of breathing should reach the cells. How do they reach the cells? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ സെല്ലിലേക്ക് എത്തുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫിഗർ അനലൈസ് ചെയ്യാം കേട്ടോ. ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദി വില്ലി ഇൻ ദ small intestine and oxygen obtained as a result of breathing reach in cells. All these functions are performed by blood. The system which consists of blood vessels and heart is the circulatory system. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തെല്ലാം ഉണ്ട്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹേർട്ട് ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗർ ഫില്ല് ചെയ്താലോ? നമുക്കതിൽ 2 എണ്ണം തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഏതാ വരിക? ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം ഹേർട്ടാണ് കേട്ടോ. ലാസ്റ്റ് തേർഡ് വൺ. സെക്കൻഡ് നമുക്ക് ബ്ലഡ് തന്നിട്ടുണ്ട്. തേർഡ് നമുക്ക് എന്താ കൊടുക്കാം? വെയിൻ കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് കൊടുക്കാം കേട്ടോ. ഹാർട്ട് ഫസ്റ്റ് വൺ ഹാർട്ട്, സെക്കൻഡ് വൺ ബ്ലഡ് തന്നിട്ടുണ്ട്, തേർഡ് വൺ ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ.
ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ബ്ലഡും ബ്ലഡ് വെസൽസും ഹാർട്ടും ആണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പ്ലാന്റ് ന്യൂട്രിയൻറ്റ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ആൾസോ ടു ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി ഹാർട്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ന്യൂട്രിയൻസും ഓക്സിജനും ഹാർട്ടിൽ നിന്ന് എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നു. അതേപോലെ കാർബൺ ഡയോക്സൈഡ്, ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് എവിടേക്ക് എത്തിക്കുന്നു? ഹാർട്ടിലേക്കും എത്തിക്കുന്നു, തിരിച്ചും എത്തിക്കുന്നു. അടുത്തത് നമ്മൾ ഹ്യൂമൻ ബ്ലഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡു യു നോ ദ കളർ ഓഫ് അവർ ബ്ലഡ്? എന്താണ് നമ്മുടെ ബ്ലഡിൻ്റെ കളർ? റെഡ് ആണല്ലേ. വൈ ഈസ് ബ്ലഡ് റെഡ് ഇൻ കളർ? എന്തുകൊണ്ടായിരിക്കും ബ്ലഡ് റെഡ് ഇൻ കളർ ആവാൻ കാരണം? അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ദ റെഡ് കളർ ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ് കോൾഡ് ഹീമോഗ്ലോബിൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കളർ ചുവപ്പാവാൻ കാരണം എന്താണ്? ഒരു പിഗ്മെൻ്റ് ആണ്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതാണ്? അയൺ ആൻഡ് പ്രോട്ടീൻ ആണ് കേട്ടോ. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ നെസസിറ്റി ഓഫ് കൺസ്യൂമിങ് അയൺ റിച്ച് ഫുഡ്? അപ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട് അല്ലേ, നല്ല അയൺ റിച്ച് ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ബ്ലഡ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ, ഫൈൻഡ് ഔട്ട് അതർ ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളോട് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് എക്സ്ട്രാ എക്സാമ്പിൾസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഡേറ്റ്സ് ആണ്, ഈത്തപ്പഴം, എഗ്ഗ്, മുട്ട, മുരിങ്ങ ലീവ്സ് അല്ലേ, നമ്മുടെ മുരിങ്ങയുടെ ഇല. അപ്പോൾ എക്സ്ട്രാ എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാം? നോട്ട് ചെയ്തോളൂ കേട്ടോ. നട്ട്സ് ആൻഡ് സീഡ്സ് പറയാം, ഡ്രൈഡ് ഫ്രൂട്ട്സ് പറയാം, സ്പിനച്ച് പറയാം, ബ്രൊക്കോളി പറയാം, അയൺ ഫോർട്ടിഫൈഡ് ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സെറൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾ നിങ്ങളവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ബ്ലഡിൻ്റെ മേജർ കമ്പോണൻസ്? ഫസ്റ്റ് വൺ വന്നിട്ട് പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്. ബ്ലഡിലെ ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ കേട്ടോ. പെയിൽ യെല്ലോ ഇൻ കളർ. അതിൻ്റെ കളർ എന്താണ്? പെയിൽ യെല്ലോ ആണ്. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദി സെൽ. അപ്പോൾ ഫങ്ഷൻ എന്താണ്? ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് എത്തിക്കുന്നു. അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. നെക്സ്റ്റ് വൺ WBC. ഫുൾ ഫോം എന്താ വരുന്നത്? വൈറ്റ് ബ്ലഡ് സെൽ. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽ, അപ്പോൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് ഷേപ്പ് ഒന്നുമില്ല കേട്ടോ, നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഹാസ് ന്യൂക്ലിയസ്, പക്ഷെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഡിസ്ട്രോയ് പാത്തോജൻസ്. അപ്പോൾ പാത്തോജൻസിനെ നശിപ്പിക്കലാണ് ഇവരുടെ ഫങ്ഷൻസ്. അടുത്തത് RBC. ഫുൾ ഫോം വരുന്നത് റെഡ് ബ്ലഡ് സെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഡിസ്ക് ഷേപ്പ്ഡ് ആണ്. അതേപോലെ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ഇതിലാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു ഫങ്ഷൻ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇവയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എടുത്ത് എഴുതാനോ ഓർ ഫംഗ്ഷൻ തന്നിട്ട് ഏതാണെന്ന് അനലൈസ് ചെയ്യാനോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പം നമുക്ക് വേഗം ആൻസർ പറയാം. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്? എന്താണ്? പ്ലാസ്മ. സെക്കൻഡ് വൺ, വിച്ച് ആർ ദ ബ്ലഡ് സെൽസ്? ഏതൊക്കെയാണ്? RBC ഫുൾ ഫോം റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്? എന്തൊക്കെയാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ? പ്ലേറ്റ്ലെറ്റ്സ് ആർ ഡിസ്ക് ഷേപ്ഡ് സെൽസ് ഇൻ ദ ബ്ലഡ് ദാറ്റ് ഹെൽപ്പ് സ്റ്റോപ്പ് ബ്ലീഡിങ്, അതായത് ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് ഹീൽ വൂൺസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. അതിൻ്റെ ഷേപ്പ് വരുന്നത് ഡിസ്ക് ഷേപ്പാണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ബ്ലഡ് സെൽസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? ഹീമോഗ്ലോബിൻ എവിടെയാണ് ഫൗണ്ട് ചെയ്യണത്? റെഡ് ബ്ലഡ് സെൽസ് RBCയിലാണ് കേട്ടോ. അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് RBC ആൻഡ് WBC.
അപ്പോൾ RBCയുടെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി അതിൽ നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്പെല്ലിംഗ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിൽ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ഒരു കോളം വരയ്ക്കുക. ലെഫ്റ്റിൽ RBC എന്നും റൈറ്റിൽ WBC എന്നും ബ്രാക്കറ്റിൽ ഓരോന്നിനും ഫുൾ ഫോം എഴുതുക കേട്ടോ. RBCയുടെ എന്താ വരിക? റെഡ് ബ്ലഡ് സെൽസ് ആണ്. WBCയുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. സോ RBCയുടെ ഫങ്ഷൻസ് ആദ്യം പറഞ്ഞുതരാം. ഡിസ്ക് ഷേപ്പ്ഡ്, നോൺ ന്യൂക്ലിയേറ്റഡ്, കണ്ടെയ്നിങ് ഹീമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 4 പോയിന്റാണ് വരുന്നത് കേട്ടോ. ഇനി WBCയിൽ എന്താ വരിക? നോ ഡെഫിനിറ്റ് ഷേപ്പ്, അടുത്തത് ഹാസ് ന്യൂക്ലിയസ്, അടുത്തത് ഡിസ്ട്രോയ്സ് പാത്തോജൻ. അപ്പോൾ 3 പോയിന്റും ഇൻക്ലൂഡ് ചെയ്താൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായി. ഓക്കെ, അടുത്തത് ബ്ലഡ് സർക്കുലേഷൻ ആണ് കേട്ടോ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹേർട്ട്, ആർട്ടറി, വെയിൻ. ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് ഒഴുകി വരുന്നത് ബ്ലഡ് വെസലിലൂടെയാണ് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദർ ഇൻ അവർ ബോഡി. അപ്പം നമ്മുടെ ബോഡിയിൽ എത്ര ടൈപ്പ് എന്തുണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട് എന്ന് പിക്ചർ നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അവിടെ ക്യാപ്പിലാരിറ്റീസ് തന്നിട്ടുണ്ട്. ആർട്ടറി, വെയിന്. അപ്പോൾ ആർട്ടറിയും വെയിനും ക്യാപ്പിലാരീസും അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിക്കാം. Arteries are the blood vessels that carry oxygen-rich blood from the heart to different parts of the body. അപ്പോൾ ആർട്ടറീസ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് വെസലാണ്. അതിൻ്റെ ഫങ്ഷൻ എന്താ? ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ഹേർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഹാർട്ടിൽ നിന്ന് നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യണം നമ്മുടെ ബോഡിയിലേക്ക്, പല പാർട്സിലേക്കും ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ വെയിൻസും എന്ത് തന്നെയാണ്? ബ്ലഡ് വെസലാണ്. അവിടെ എന്താ ചെയ്യുന്നത്? അവർ ക്യാരി ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് ക്യാരി ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുന്നു? ഹാർട്ടിലേക്ക്. നേരെ ഓപ്പോസിറ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്തത് ക്യാപ്പിലാരീസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് തിൻ ബ്ലഡ് വെസൽസ് ആണ് ദാറ്റ് കണക്ട് ആർട്ടറി ആൻഡ് വെയിൻസ്. അപ്പോൾ ആർട്ടറിനെയും വെയിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ക്യാപ്പിലറീസ് കേട്ടോ. നമുക്ക് ആ ചിത്രം കാണുമ്പോൾ കണ്ടോ, ഇത് ലെഫ്റ്റിൽ ആർട്ടറി, റൈറ്റിൽ വെയിൻ, സെൻറ്ററിൽ നമ്മുടെ ക്യാപ്പിലാരീസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപ്പിലറീസ് നമ്മൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫങ്ഷൻ കേട്ടോ. പലരും ഫങ്ഷൻ തെറ്റിച്ച് എഴുതാറുണ്ട്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഹേർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ദ ഹേർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും സെൻറ്റർ പാർട്ടാണ് നമ്മുടെ ഹേർട്ട് എന്ന് പറയുന്നത്. ഹേർട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമോ? ഇല്ല. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരാണ്? ഹേർട്ടാണ് കേട്ടോ. ഫീൽ യുവർ ഓൺ ഹേർട്ട് ബീറ്റ് ആൻഡ് ലൊക്കേറ്റ് യുവർ ഹേർട്ട്. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് ഒന്ന് കൈവച്ചിട്ട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The heart is located in the thoracic cavity between the lungs. അപ്പോൾ thoracic cavityയുടെ അവിടെയാണ്, ലങ്സിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹേർട്ട്? ഹ്യൂമൻ ഹേർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അവിടെ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഹേർട്ട്. ദ ഹേർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ക്ലഞ്ച്ഡ് ഫസ്റ്റ്. ദ ഹേർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെമ്പറൈൻ കോൾഡ് പെരികാർഡിയം. അപ്പോൾ നമ്മുടെ ഹേർട്ട് കവർ ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ കവേർഡ് ഒരു ലെയർ കൊണ്ടാണ്. അതിനെ പറയുന്ന ആ ഡബിൾ കവേർഡ് ലെയറിനെ പറയുന്നതാണ് പെരികാർഡിയം. ദ ഹ്യൂമൻ ഹേർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഹ്യൂമൻ ഹേർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. ഡു ഓൾ ഓർഗാനിസം ഹാവ് ഹേർട്ട്? എല്ലാ ഓർഗാനിസത്തിനും ഹേർട്ട് ഉണ്ടോ? നോ എന്നാണ് ആൻസർ കേട്ടോ. ഡു ദ ഹേർട്ട് ഓഫ് അതർ ഓർഗാനിസം ഹാവ് ആൾസോ ഹാവ് 4 ചേമ്പേഴ്സ്? എല്ലാ ഓർഗാനിസത്തിനും 4 ചേമ്പേഴ്സ് ആണോ? അല്ല, ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓർഗാനിസവും പിക്ചറും അതിൻ്റെ ചേമ്പേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ നമ്മുടെ എർത്ത് വേം ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെന്താണ്? 5 pairs ഓഫ് ലാറ്ററൽ ഹേർട്സ് ആണ് അതിന് വരുന്നത്. അതിന് എത്രയാണ്? 5 pairs ഓഫ് ലാറ്ററൽ ഹേർട്സ് ആണ് വരുന്നത്. സെക്കൻഡ് കോക്രോച്ചിന് 13 ചേമ്പേഴ്സ് ആണുള്ളത്. നമുക്ക് 4 ചേമ്പേഴ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് 2 ചേമ്പേഴ്സ് ഉള്ളൂ. പിന്നെ ഫ്രോഗിന് എന്താ വരുന്നത്? 3 ചേമ്പേഴ്സ് ആണ്. ഹന്നിനും 4 ചേമ്പേഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹേർട്ട് ബീറ്റ് ആണ് കേട്ടോ. സോ ഹേർട്ട് ബീറ്റ് എന്താണെന്ന് നോക്കാം. ഡസിൻ ദ ഡോക്ടർ ചെക്ക് യുവർ ഹേർട്ട് ബീറ്റ് ആൻഡ് പൾസ് വെൻ യു ഗോ ടു ഹോസ്പിറ്റൽ? വാട്ട്
വാട്ട് ഈസ് ഹാർട്ട് ബീറ്റ്, വാട്ട് ഈസ് പൾസ്. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ പൾസ് എന്താ, ഹാർട്ട് ബീറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽ. അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി അഡൾട്ട് ബീറ്റ് 72 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ഹാർട്ട് ഇടിക്കുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഹാർട്ട് റേറ്റ്. പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ആർട്ടറി കാണിക്കുന്ന ഒരു വേവ് ആണ് എന്തെന്ന് പറയുന്നത്, പൾസ് എന്ന് പറയുന്നത്. ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ഈക്വൽ. ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എന്താണ്, നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ചെക്ക് യുവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ മെനി ടൈംസ് ഇറ്റ് പെർ മിനിറ്റ്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തിട്ട് എത്ര വട്ടം പിടിക്കുമെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് ആർ എക്സാമിൻ ടു ഫീൽ പൾസ്. അപ്പോൾ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ബോഡി പാർട്സ് എന്ന് നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ദി വേസ്റ്റ് ആണ്, അടുത്തത് ബോത്ത് സൈഡ് ഓഫ് ദി ഫോർഹെഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഭാഗം നമുക്ക് ഫിൽ ചെയ്യാം. നെക്ക് പറയാം, പിന്നെ ബിഹൈൻഡ് ദി നീ പറയാം, ഇൻസൈഡ് ദി എൽബോ പറയാം, ദി ഫൂട്ട് പറയാം കേട്ടോ. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഡോക്ടർ എക്സാമിൻ എ ചിൽഡ്രൻ. അപ്പോൾ ഒരു പിക്ചർ കുട്ടീനെ ഡോക്ടർ പരിശോധിക്കുകയാണ് അല്ലേ. വാട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡസ് ദ ഡോക്ടർ യൂസ്ഡ്? സ്റ്റെതസ്കോപ്പ് കേട്ടോ. സ്റ്റെതസ്കോപ്പിൻ്റെ സ്പെല്ലിംഗ് STETHOSCOPE കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? എന്താണ് അതിൻ്റെ യൂസ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ റെനാലെനാസിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്. Stethoscope is an instrument used to check the heartbeat. It was invented by Renaud. Okay. സ്റ്റെതസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്ത ആളെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത് നമ്മളോട് പറയുന്നത് ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് എ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാമെന്നാണ്. അതിനാവശ്യമായിട്ടുള്ളത് പ്ലാസ്റ്റിക് ട്യൂബ്, വൈറ്റ് ട്യൂബ്, ഫണൽ, പോളിത്തീൻ ട്യൂബ്, ബലൂണ്, 2 ഇയർഫോൺ ബഡ്സ്, മെറ്റൽ ഹെയർ ബോ, ഇൻസുലേറ്റഡ് ടേപ്പാണ്. അപ്പോൾ പിക്ചർ നോക്കുക. ക്യാൻ യു ഫീൽ യുവർ ഓൺ ഹാർട്ട് ബീറ്റ് യൂസിങ് ദ സ്റ്റെതസ്കോപ്പ് യു ഹാവ് മേഡ്? ഫൈൻഡ് ഔട്ട് ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ്. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും അതേപോലെ ഫ്രണ്ട്സിൻ്റെയും കൂടി പറയാൻ. അപ്പോൾ ഏകദേശം നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെ നെയിം എഴുതുക. അപ്പോൾ ഹാർട്ട് റേറ്റ് ഏകദേശം 70-72 റേഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ ആയിക്കോട്ടെ. പൾസ് റേറ്റും നമുക്ക് ഒരു 70-75 ഉള്ളിൽ ഏകദേശം വരുന്ന രീതിയിൽ നമുക്ക് 70-72 റേഞ്ചിൽ തന്നെ പൾസ് റേറ്റും നമുക്ക് കൊടുക്കാം പെർ മിനിറ്റ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കമ്പയർ ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ്. നിങ്ങളോട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വോണ്ട് ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് എല്ലാവർക്കും സെയിം ആണോന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വിൽ ദർ ബി എനി ചേഞ്ച് ഇൻ ദ ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ് ഡ്യൂറിങ് സ്റ്റെർനസ് ആക്ടിവിറ്റീസ്? പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി വരുമ്പോൾ നമ്മൾ ഹാർട്ട് നന്നായിട്ട് ഇടിക്കാനൊക്കെ തുടങ്ങും അല്ലേ. ലെസ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ യുവർ ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ റണ്ണിങ് അറൗണ്ട് ഫോർ സം ടൈം. റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഒന്ന് ഓടി കതച്ച് വരുമ്പോൾ എത്രയായിരിക്കും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 ഫ്രണ്ട്സിൻ്റെ പേര് എഴുതാം. ഏകദേശം ഒരു റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നവർക്ക് നോക്കാം കേട്ടോ. ഒരു 96, 99 ആ ലെവലിലൊക്കെ വരും കേട്ടോ. 95. അതുപോലെ പൾസ് റേറ്റും അതെ 95, 96, 97 ആ റേഞ്ചിൽ നമുക്ക് കൊടുത്തു നോക്കാം. അടുത്തത് ഡസ് ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വാരി വിത്ത് ഏജ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻ? യെസ് അല്ലേ. നമുക്ക് വയസ്സിനനുസരിച്ച് ഹാർട്ട് റേറ്റും ഇതൊക്കെ മാറിയെന്ന് വരാം. ചെക്ക് ദ ഹാർട്ട് ആൻഡ് പൾസസ് റേറ്റ് ഓഫ് ദ എൽഡേഴ്സ് അറ്റ് യുവർ ഹോം ആൻഡ് റെക്കോർഡ് ദ ഇൻ യുവർ സയൻസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവരുടെ ഹാർട്ട് റേറ്റും കൂടി ചെക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എഴുതാം. അടുത്തത് നമ്മളെ കാർഡിയാക് വെൽനെസ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.